ഫ്രണ്ട്സ്, ഏവർക്കും ഫാബ്ട്രെൻഡ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ എങ്ങനെ കോർണർ ജോയിൻ ചെയ്യാം, അതേപോലെ വളരെ എളുപ്പത്തിൽ എങ്ങനെ പാർട്ടീഷൻ ജോയിൻ ചെയ്യാം എന്നതിനെ കുറിച്ച് പറയാനാണ്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് കാണാൻ, ചെറിയ വീഡിയോ ആണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ വലിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ആ ബെല്ലൈക്കണം കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊട്ടും സമയം കളയണ്ട, വീഡിയോ തുടങ്ങാം. ഈ വീഡിയോയിൽ കഴിഞ്ഞ 2 എപ്പിസോഡിൽ ചെയ്ത അതേ പ്രവൃത്തി തന്നെയാണ് ചെയ്യുന്നത്. ഒരു ചെറിയ വ്യത്യാസം, കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്ത മെത്തേഡല്ല, അതേപോലെ അത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.25 സെക്ഷൻ 45 കട്ട് ചെയ്തെടുത്തത്, അതേപോലെ PVC കോർണർ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ കോർണർ നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ഈ കോർണർ വീഡിയോയിൽ കാണുന്നത് പോലെ സെക്ഷൻ്റെ ഒരു ഭാഗത്ത് 45 കട്ട് ചെയ്ത ഒരു ഭാഗത്ത് ഇതേപോലെ ഉള്ളിലേക്ക് കയറ്റിയതിന് ശേഷം ഡ്രിൽ ചെയ്യാം. ഡ്രില്ല് ചെയ്യുമ്പോൾ സ്ക്രൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 332 ബിറ്റ് ഇട്ടിട്ട് ഡ്രിൽ ചെയ്യാം. അതല്ല റിവീറ്റാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 180 ബിറ്റ് ഇട്ട് ഡ്രിൽ ചെയ്തതിന് ശേഷം റിവീറ്റ് ചെയ്യാം. അപ്പോൾ ഓരോ ഭാഗത്തും ഈ 2 സ്ക്രൂ അല്ലെങ്കിൽ ഈ 2 റിവീറ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ സ്ട്രോങ് ആയി നിൽക്കും. തൽക്കാലം ഞാനിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി ഒരെണ്ണം മാത്രം കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഭാഗം കോർണർ ഫിക്സ് ചെയ്യാം. അടുത്തതായിട്ട് ജോയിൻറ്റ് ചെയ്യാനുള്ള 45 കട്ട് ചെയ്ത സെക്ഷൻ എടുത്തിട്ട് ഈ കോർണറിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. കോർണറൊക്കെ സെയിം ആണ്, ജോയിൻ്റൊക്കെ സെയിം ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഡ്രിൽ ചെയ്യുക. ഡ്രിൽ ചെയ്തിട്ട് നേരത്തെ പോലെ തന്നെ സ്ക്രൂ ആണെങ്കിൽ സ്ക്രൂ കൊടുക്കുക, അതല്ല റിവീറ്റ് ആണെങ്കിൽ റിവീറ്റ് കൊടുക്കുക. 2 ഭാഗവും ഇതേപോലെ റിവീറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കോർണർ ജോയിൻറ്റിങ് പരിപാടി കഴിഞ്ഞ്. വളരെ സിമ്പിളല്ലേ? വളരെ പെട്ടെന്ന് തീർക്കാനുള്ള പണിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കോർണർ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ മനസ്സിലായല്ലോ കാര്യങ്ങൾ. ഇനി നമുക്ക് ഈസി ആയിട്ട് പാർട്ടീഷൻ ജോയിൻ ചെയ്യുന്നതിൻ്റെ മെത്തേഡ് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1.25 സെക്ഷൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് നോക്കാം. ഇതിനായിട്ട് PVCയുടെ തന്നെ ജോയിൻ ചെയ്യാനുള്ള പീസ് കടകളിലൊക്കെ ലഭ്യമാണ്. ഞാനിപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്നത് റിവീറ്റാണ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന് നമുക്ക് റിവീറ്റും അതേപോലെ സ്ക്രൂവും ഉപയോഗിക്കാം. അതേപോലെ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വുഡ് പീസ് അകത്ത് വെച്ചിട്ട് സ്ക്രൂ ചെയ്യാനേ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. കാരണം അതിന് സ്ട്രോങ് ഉണ്ട്. നമ്മൾ റിവീറ്റ് ചെയ്യുന്നതിനേക്കാളും സ്ട്രോങ് വുഡ് പീസ് വെച്ചിട്ട് സ്ക്രൂ ചെയ്യുന്നതിനാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പരമാവധി വുഡ് പീസ് വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ ഇതിന് 2 റിവീറ്റോ അല്ലെങ്കിൽ 2 സ്ക്രൂ ഉപയോഗിച്ചിട്ട് ഫിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവും. ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു തിക്നെസ് ഉണ്ടല്ലോ, അത് കാരണമാണ് നമ്മൾ റിവീറ്റ് ചെയ്യുമ്പോൾ അത്രത്തോളം അങ്ങോട്ട് പിടുത്തം കിട്ടില്ല. അപ്പോൾ അതിനാണ് ഞാൻ സ്ക്രൂ ചെയ്യാൻ വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിവീറ്റ് ചെയ്താൽ മതി. പക്ഷേ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കനം കൊണ്ട് ഈ റിവീറ്റിൻ്റെ കംപ്ലീറ്റ് അകത്തോട്ട് പോകില്ല. അതുകൊണ്ട് ചെറിയ പിടുത്തം ഉണ്ടാവും, പിടുത്തം ഇല്ല എന്നല്ല, പക്ഷെ അതൊരു വലിയ സ്ട്രോങ് ഉണ്ടാവില്ല. ബോക്സ് ഒന്നും കൂട്ടുമ്പോൾ ഈ റിവീറ്റൊന്നും ഉപയോഗിച്ചിട്ട് ചെയ്യാനും പാടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാനുള്ള സെക്ഷൻ നമുക്കൊന്ന് വെച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ സെക്ഷൻ വെക്കുന്നതിന് മുന്നായിട്ട് 2 ഭാഗത്തും ഈ 2 ഹോൾ വീതം ചെയ്ത് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഡ്രിൽ ചെയ്യാനൊക്കെ എളുപ്പമാണ്. അതിനുശേഷം ഒരു ഭാഗത്ത് ഡ്രിൽ ചെയ്ത് സ്ക്രൂ ആണെങ്കിൽ 332 ബിറ്റ് ഉപയോഗിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ 180 ബിറ്റ് ഉപയോഗിച്ചിട്ട് ഡ്രിൽ ചെയ്ത് റിവീറ്റ് ചെയ്ത് ഉറപ്പിക്കുക. ഇതേ പ്രോസസ്സ് 2 ഭാഗത്തും ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുന്നതോടുകൂടിയിട്ട് നമ്മുടെ പാർട്ടീഷൻ ജോയിൻറ്റും വളരെ എളുപ്പത്തിൽ ചെയ്ത് തീരുന്നതാണ്. കാരണം ഇതിനൊക്കെയാണ് നമുക്ക് ടൈം ഓടിക്കുക. ഒരു ബോക്സൊക്കെ കൂട്ടുകയാണെങ്കിൽ, ക്ലീറ്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം ഓടിക്കും. ഇതൊക്കെ ആണെങ്കിൽ ഒരു മാക്സിമം ഒരു 1 ഹവറിൻ്റെ ഉള്ളിൽ ഒരു 5 കള്ളി 6 കള്ളി ബോക്സ് നമുക്ക് കൂട്ടാൻ പറ്റും. ഫ്രെയിമല്ല,
കംപ്ലീറ്റ് ബോക്സ് തന്നെ നമുക്കൊരു 1 ഹവറിൽ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ അത്രയും എളുപ്പമുള്ള മെത്തേഡാണ്. പക്ഷെ അതിൻ്റെ സ്ട്രോങ്ങും ക്വാളിറ്റിയൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. കഴിയുന്നതും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കണ്ടെത്തിയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം പല ക്വാളിറ്റിയിലുള്ള സാധനം നമുക്കിവിടെ ലഭ്യമാണ്. അപ്പോൾ അതുകൊണ്ട് കാശ് കുറവ് നോക്കരുത്. ഇനി കാശ് കൂടിയാലും കുറഞ്ഞാലും ക്വാളിറ്റിയുടെ കാര്യത്തിൽ പിശുക്ക് കാണിക്കാൻ പാടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ പാർട്ടീഷൻ ജോയിൻ ചെയ്യാനുള്ള ഈസിയായ മെത്തേഡ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇത് എത്ര സിമ്പിളാണെന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഫൈബർ ഡോർ സെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പഠിക്കാം. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുന്ന കരുതുന്നു. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാൻ മടിക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.